ഹായ്, ഞാൻ പിന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇന്ന് എന്താണെന്നറിയോ? ഇന്ന് നല്ല അടിപൊളി വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് നല്ല സൂപ്പർ ഒരു ഷവർമ ഉണ്ടാക്കിയെടുക്കുക. എന്തു പറയുന്നു? അപ്പോൾ കൂടെ കൂടിയാലോ? ബാ. അപ്പോൾ നമുക്ക് ഇനി ചിക്കൻ്റെ പരിപാടി നോക്കാം. കുറച്ച് മോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് എല്ലൊക്കെ കളഞ്ഞ് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഫസ്റ്റിൽ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അത് കഴിഞ്ഞ് കുരുമുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, ശകലം കൂടെ ആവട്ടെ, ഇച്ചിരി എരിവുള്ള നല്ലല്ലേ. മുളക് പൊടി, സ്പൂൺ കാശ്മീരി ചില്ലിയാണ്, എരിയില്ലാത്തതാണ്, കളറിന് വേണ്ടിയിട്ടാണ്. 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. കുറച്ച് എരിവുള്ള ക്രഷ്ഡ് ചില്ലി, ഇത് മതി. നമ്മൾ ഇച്ചിരി സ്പൈസി ആയിട്ടുള്ള ഷവർമ ഉണ്ടാക്കണം കേട്ടോ. പിന്നെ അതാ ഇച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെ യോഗട്ട്, നല്ല കട്ടിയുള്ള യോഗട്ട്, ഒരു 1.5 സ്പൂൺ. ഓക്കെ. പിന്നെ പുളിക്ക് ചെറുതായിട്ട് യോഗട്ടല്ലേ ഒഴിച്ചു, അപ്പോൾ ചെറിയ പുളി വേണം, അതിന് വേണ്ടിയിട്ട് കുറച്ച് വിനാഗിരി, 2 സ്പൂൺ വിനാഗിരി. പിന്നെ സോൾട്ട് ഇട്ട് ടേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്. ഓക്കെ, മതിയാവും. അപ്പോൾ ഇല്ല, ഇനി ഇത് നന്നായിട്ട് മാരിനേഷൻ ചെയ്ത് നന്നായിട്ട് ഇതിൽ തിരുമ്മി പിടിപ്പിക്കണം കേട്ടോ ഈ മസാല. അപ്പോൾ അത് വേണ്ട, ചിക്കനൊക്കെ നന്നായിട്ട് മസാല എല്ലാം തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാം. മസാല എല്ലാം ചിക്കനിൽ പിടിക്കട്ടെ. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് പരിപാടി തുടങ്ങാം. അപ്പോൾ അതാ ചിക്കനൊക്കെ മസാല ഇട്ട് വെച്ചത് സെറ്റായിട്ടുണ്ട്. ഞാൻ ഒരു പപ്പടം കുത്തി എടുത്തേക്കണം കേട്ടോ. വീട്ടിൽ വേറെ ഗ്രില്ലൊന്നുമില്ല, അതുകൊണ്ട് ഒരു പപ്പടം കുത്തിയെടുത്ത് ഇതിലാണ് നമുക്ക് ഷവർമ ചെയ്ത ചിക്കൻ സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അതാ ഓരോ പീസായിട്ട് എടുത്ത് ചെറിയൊരു സെറ്റപ്പിൽ ചെറുതായിട്ടൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാൻ തക്കത്തിന് നമുക്ക് ഇതെല്ലാം പൊരിത്തെടുക്കാം. ഇതാ ഒരു പീസ് എടുത്ത് അതിനതാ ഇങ്ങനെ അടുക്കൂടെ ഉള്ളിലേക്ക് കയറ്റി, അടുത്ത ഒരു പീസ് എടുത്ത് അതും ഇതുപോലെ ഇങ്ങനെ കയറ്റി സെറ്റാക്കി വെച്ച് നമ്മുടെ ഷവർമ, കുട്ടി ഷവർമയുടെ എന്താ പറയുക, ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മസാല ഇട്ട് നമ്മൾ സെറ്റാക്കി ഇതാ ചെറിയൊരു പപ്പടം കുത്തി ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റാക്കി എടുക്കാൻ. ഈ ചട്ടിയിലിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഷവർമ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ ഒരു സെറ്റപ്പ് ചെയ്തത്. എന്തായാലും ട്രൈ നോക്കാം. ഓക്കെ, നമുക്ക് ഷവർമയ്ക്കുള്ള കുബൂസിൻ്റെ പരിപാടി നോക്കാം. നമ്മുടെ മാവൊക്കെ ഏകദേശം അടിപൊളിയായിട്ടിരിപ്പുണ്ട് കേട്ടോ. മാവൊക്കെ അടിപൊളിയായിട്ട് സെറ്റായിരിപ്പുണ്ട്. നമ്മുടെ ഒന്ന് പരത്തി സെറ്റാക്കി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ മാവ്. ഇനി ഇവനെടുത്ത് കല്ലിലേക്ക് ചെറുതായിട്ട് ഇങ്ങനെ കുമ്പളാറ് വന്ന് തുടങ്ങുമ്പോൾ തന്നെ തിരിച്ചിടണം. കണ്ടോ, കല്ല് നല്ല ചൂടായിരിക്കണ്ട, പെട്ടെന്ന് കരിയും. അപ്പോൾ കരിയണതിന് മുന്നേ തിരിച്ച് മറിച്ചിട്ട് വേവിച്ചിടണം. ഇത് കുറച്ച് കൂടുതലാണ്. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുക. ഇനി നമ്മുടെ ഷവർമയുടെ ചിക്കൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ കനലിൽ പതുക്കെ വെന്ത് വരട്ടെ. നമ്മുടെ ചിക്കൻ ഞാൻ വെച്ചിട്ടുണ്ട്. ഒരു പപ്പടം കുത്തി വെച്ചാൽ ഇത് റൊട്ടേറ്റ് ചെയ്തെടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ 2 പപ്പടം കുത്തി വെച്ചിട്ട് ആ കനലിലൊന്ന് സെറ്റ് ആവാനായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല ചൂട് വരുന്നുണ്ട് കേട്ടോ, നല്ല ചൂടുണ്ട്. അപ്പോൾ അവൻ ഇരുന്നങ്ങ് സെറ്റാവട്ടെ. അപ്പോൾ അതാ നമ്മുടെ ഷവർമക്കുട്ടൻ ഒരു സൈഡിൽ നിന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് അവനെ
ഒന്ന് ചീകിയെടുക്കാം കേട്ടോ. നല്ല കമ്പിയൊക്കെ നല്ല ചൂടായിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു തുണി വെച്ച് പതുക്കെ എടുത്ത് പ്ലേറ്റിൻ്റെ അറ്റത്തേക്ക് വെച്ചിട്ട് പതുക്കെ കട്ട് ചെയ്തിടുക. ഞാൻ മീതെ വെന്ത ഭാഗം മാത്രം കുറേശ്ശെ കട്ട് ചെയ്തിടുക. ഇനി അവനൊന്ന് ഒന്നുകൂടെ ഒന്ന് സെറ്റ് ആവട്ടെ. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കരിഞ്ഞിട്ടുമില്ല, നല്ല സോഫ്റ്റായിട്ട് നല്ല പോലെ നല്ല സൂപ്പർ ജ്യൂസി ചിക്കനായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പട്ടക്കായിട്ട് വന്നിട്ടുണ്ട്, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മയണൈസ് കൂടെ ഉണ്ടാക്കിയെടുക്കാം. ഇതാ മുട്ടയാണ്, ഞാൻ മഞ്ഞയൊന്നും മാറ്റുന്നില്ല കേട്ടോ. മുട്ട ഫുള്ളായിട്ട് തന്നെ ഇടുന്നത്. പിന്നെ ഇതാ വെളുത്തുള്ളി, ഒരു 4 വെളുത്തുള്ളി, അവിച്ച മുട്ട 4-5 അല്ലി വെളുത്തുള്ളി, ചെറിയ അല്ലി കേട്ടോ. അത് കഴിഞ്ഞ് വിനാഗിരി 1 സ്പൂൺ, കറക്റ്റ് 1 സ്പൂൺ വിനാഗിരി. പിന്നെ കുറച്ച് ഓയിൽ, പിന്നെ ഒരു ഇച്ചിരി വെള്ളം, കുറച്ച് വെള്ളം, ഒന്ന് ലൂസായി കിട്ടാനായിട്ട് ശക്കാലം വെള്ളം. വാ അടിച്ചേക്കാം. നല്ല അടിപൊളി മയോണൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ മയോണൈസ് റെഡി ആയിട്ടുണ്ട്. ഇതിന് അടുത്ത് കട്ട് ചെയ്ത പുക അടിക്കുന്നു കണ്ണിൽ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഷവർമ സെറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് കുറച്ച് ക്യാബേജ്, ഇച്ചിരി കുക്കുമ്പർ, ഇച്ചിരി ക്യാരറ്റ്, അങ്ങനെ ഇട്ടിട്ട് നമ്മുടെ കത്തിയെടുത്ത് ഇതാ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യും. ഇതിൽ തന്നെ 1 സ്പൂൺ മയോണൈസ് ഒഴിച്ച് അതും ചേർത്ത് നന്നായിട്ട് ഷവർമയുടെ ഫില്ലിങ്സ് നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. അടിപൊളി ഫില്ലിങ്സ് റെഡി ആയിട്ട് കേട്ടോ. നല്ല സൂപ്പർ ഫില്ലിങ്സ്, നല്ല മണം വരുന്നുണ്ട്. ഷവർമ തന്നെ അടിപൊളി മണം വരുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹാൻഡ് മെയ്ഡ് കുബൂസ് ഒരെണ്ണം കൂടെ എടുക്കുക. അതിലെ മയണൈസ് ഇതുപോലെ അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക. കുബൂസ് നിറഞ്ഞങ്ങോട്ട് കോരട്ടെ. നമ്മുടെ സ്വന്തം ഷവർമയാണ്, അതുകൊണ്ട് എന്തോ ആവാം. പിന്നെ ഫില്ലിങ്സ് 1 സ്പൂൺ എടുക്കുക. ഇതാ ഫില്ലിങ്സ് കോരി ഇങ്ങനെ ഇട്ട് നിറയെ ഫില്ലിങ്സ് ഇട്ടിട്ട് ഇതുപോലെ മടക്കി അങ്ങോട്ട് എടുക്കുക. പിന്നെ ഇതുപോലെ ഇങ്ങനെ മടക്കി നന്നായിട്ട് സെറ്റാക്കി എടുക്കുക. ദൈവം അടിപൊളി, കാണാൻ ലുക്കല്ലേ. അപ്പോഴേ നമ്മളുണ്ടാക്കിയ ഷവർമയിൽ നല്ല ഫില്ലിങ്സ് ഒക്കെ വെച്ച് നല്ല മയോണൈസൊക്കെ വെച്ച് ഫുള്ള് കുബൂസ് മയോണൈസ് എല്ലാം നമ്മളുണ്ടാക്കിയതാണ്. വീഡിയോ കണ്ടോ
ഇനി ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ. സൂപ്പർ സാധനം, അടിപൊളി, മസ്റ്റ് ട്രൈ ഐറ്റം. ട്രൈ ചെയ്ത് നോക്കിയോ, വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാന്നുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.